ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നമ്മുടെ കണ്ണൂരിൽ ഒരു 3 days മോണ്ടിസറി ക്യാമ്പ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 1 week മുന്നേ ഐബക്കിന് രജിസ്ട്രേഷൻ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 days ക്യാമ്പ് ആയതുകൊണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ഡേ വരാൻ പറ്റിയില്ല കേട്ടോ. രണ്ടാമത്തെ ഡേ വന്ന് നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടെ നല്ല കാർട്ടൂൺ ബേസ് ആയിട്ടുള്ള എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഹൈബക്കിന് ഇതാ ഒരു അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് എടുത്തിട്ട് ഒരു ഹാളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കുറേ പ്ലേയിങ് ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് പാരൻസിന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. മീറ്റിംഗ് അല്ല, ഒരു ക്ലാസ്സാണ്. ഈ ഒരു സാറാണ് കേട്ടോ സൈബർ അറ്റാക്ക് അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിച്ചെല്ലാം നന്നായിട്ട് മനസ്സിലാക്കി തന്ന നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഐബക്ക് എന്താ ആക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വെല്ല ഈ ഹാളിലേക്ക് വന്ന കേട്ടോ. അപ്പോഴത്തേക്ക് അവൻ എൻ്റെ മേത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലെല്ലാം കളിക്കുന്ന എല്ലാ സാധനമെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവന് പോകാൻ തീരെ തയ്യാറായില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് അവൻ ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫ്രൂട്ടി ബിസ്ക്കറ്റ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രീ ആയിട്ട് ഐ ടെസ്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രീ ആയിട്ടെല്ലാം ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ക്ലിനിക്കിൽ പോയിക്കണം, എന്തായാലും ഐ ടെസ്റ്റിനെല്ലാം ഒരു ഇതുണ്ടാവും. ഇവിടെ നല്ല ഫ്രീ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഐ ടെസ്റ്റെല്ലാം ചെയ്ത് കുഴപ്പമില്ല, നല്ല ഇതെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഐബക്കിനെ ഇവിടെ ആക്കാൻ വേണ്ടിയിട്ട് വന്ന് നോക്കുമ്പോൾ അവനെ ഇറങ്ങുന്നേ ഇല്ല കേട്ടോ. ഇവിടുത്തെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഇതാ ടീച്ചറിങ് പഠിക്കുന്നത്, ഇവർക്ക് ഫുൾ ക്രെഡിറ്റ് കൊടുക്കണം കേട്ടോ. കാരണം തലേന്ന് ഫസ്റ്റ് ഡേ കരഞ്ഞ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അങ്ങനത്തെ കുട്ടികളിപ്പോൾ പാട്ടുപാടലും കഥ പറയലും എല്ലാം ഫുൾ ക്രെഡിറ്റ് ഇവർക്ക് തന്നെ ആയിട്ട് കൊടുക്കേണ്ടത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഐബക്കിനോട് ഇവിടെ നിന്ന് കളിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐബക്കാണെങ്കിൽ കളിക്കില്ല എന്നെല്ലാം പറയുന്നുണ്ട്. ഇവനാണ് കേട്ടോ ഏറ്റവും ചെറുതായിട്ടുണ്ടായിരുന്നത്, 2 വയസ്സിലായിട്ടുള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഐബക്കിനെ കൂട്ടിയിട്ട് തന്നെ വേറെ ഈ ഒരു ഹാളിൽ പാരൻസിൻ്റെ ഹാളിലേക്ക് വന്ന് ഇവിടെ വന്നപ്പം സ്വന്തമായിട്ട് ഇങ്ങനെ ഇതെല്ലാം വെച്ച് കൊടുക്കാം, ബട്ടൺസെല്ലാം ഇടാനും വേണ്ടിയിട്ട് സ്വന്തമായിട്ട് കുട്ടികളെ ഇൻഡിപെൻഡൻസ് ആക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആട്ടോ ഉണ്ടായത്. നല്ല ഇതുണ്ടായിരുന്നു, കാണാനെല്ലാം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാട്ടോ എൻ്റെ നെയ്ബർ ഹിബ എന്ന് പറയുന്നത്. ഇവളിവിടെ സ്റ്റുഡൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇവൾ ഈ ഒരു ബോക്സ് ബേസായിട്ട് 1, 2, 3 എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഒരു ക്ലാസ് ആട്ടോ എടുത്തിട്ടുണ്ടായത്. പിന്നെ അടുത്ത് നിൽക്കുന്നത് അവരുടെ സാറാണ്. ആ സാറ് ഡോക്ടറാട്ടോ. അപ്പോൾ സാറിൻ്റെ ഒരു നല്ല അടിപൊളി ക്ലാസ്സും കൂടി ഉണ്ടായിരുന്നു. എന്തായാലും വന്നത് ഇതായിട്ട് തോന്നിയില്ല, നല്ലൊരു ക്ലാസ്സൊക്കെ ആയിരുന്നു. അങ്ങനെ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഐബക്കിനെ ഒരു ഫ്രൂട്ടി എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ട് ആച്ചിനെ ഫോൺ വിളിച്ച്. അപ്പോൾ ആച്ചി ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആച്ചി കൂട്ടാൻ വന്നിട്ടുണ്ടായി. അങ്ങനെ 3ാമത്തെ ഡേയ്സിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബായ്.